ഹായ് ഗൈസ്, ഹായ് ഹായ്. കള്ളനാണോ? പോടാ. മറ്റേ പോടാ, നിന്നെ നോക്കി വെച്ചിരിക്കുന്ന പോടാ. കണ്ടാറോളി എന്ന് പറഞ്ഞാണ് ലൈവ് തുടങ്ങിയത് കേട്ടാ. മയിലൂട് പോയി. സോറി, ലൈവ് മാറിപ്പോയി. ഹായ് ഗൈസ്, ആളിവിടെ ഉണ്ട്. നീ ഏതാ എടാ? നീ ഏതാ മൈരിയത്? എടാ കണ്ടിട്ട് സ്വാദിക്കേ നിന്റെ അച്ഛനല്ലേ പറയായിരിക്കും. പുള്ളിന്റെ ലൈവ് പണ്ട് കണ്ടിട്ടുണ്ട്. അത് നീ ഇപ്പൊ പുതിയതായിട്ടാണ് അച്ഛനോട് ചോദിച്ചാൽ മതി. വെൽക്കം വെൽക്കം. മൂട് പോയി ആൾക്കാർ മെയിൻസ് ആണ്. മൂട് പോയി. ശരി, പോട്ടെ. ബായ്ഡാ. അണ്ണാ ഇത് ഇപ്പൊ തെറ്റാവും. നിന്നെ സൈഡിൽ എവിടെയോ കണ്ടവര്. അപ്പൊ പിന്നെ അവർക്ക് പറയാതിരിക്കും ഓപ്ഷൻ ഇല്ലല്ലോടാ. ടോവിനോടെ കേസ് റിവീൽ ചെയ്തടാ. പറഞ്ഞല്ലേ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞാണ് ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്നത്. അവനെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന കേസ്, അതുകൊണ്ടാണ്. ഫ്ലാറ്റിലായിരുന്നു. അതെ അതെ അബൂക്കയ്ക്ക് പോലീസ് കേസാ. കേസ് എല്ലാവർക്കും ബോബെ ബോബ് റിവീൽ ചെയ്യുന്നു. എല്ലാം ചെയ്യുന്നുണ്ട്. 8 day or കെവിൻ എട്ടാമത്തെ ദിവസം ഇവിടെ ഇവിടെ. അത് നിന്റെ അകത്ത് ലൈവ് വരണേ, അത് എന്റെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലേ. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം സ്ട്രീം. വെറുതെ അവൻ സാമാനം പൊക്കി ഇറങ്ങിയതാ. ഗൈസ് എല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും ഹലോ. എല്ലാരും എന്തൊരു പരിപാടി? വീട്ടിലെ സുഖമല്ലേ? ഫുൾഷെയർ ഇവിടെ സുഖമാണ്. ആർപ്പി കേറാടാ. എടാ ഞാൻ വന്നതേ ഉള്ളടാ, എനിക്കൊരു സമയം എന്താടാ. അതെ. ഉസ്മാനെ കോ-ലീഡർ ആക്ക്. പിന്നെന്താ, ഉസ്മാനെ കോ-ലീഡർ ആക്കാം. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഗൈസ് എല്ലാവർക്കും വെൽക്കം. ബോബ് സോങ്. എടാ സോങ്ങിനെ പറ്റി ചോദിക്കുന്നു. എന്റെ ബീറ്റ് പ്രൊഡ്യൂസർ ഓസ്ട്രേലിയ പോയിക്കാണ് പരിപാടിയായിട്ട്. പുള്ളി വന്നിട്ട് എല്ലാം പരിപാടി കഴിഞ്ഞ് പുള്ളി വന്നിട്ട് ഇനി റിലീസാക്കും. സത്യമായിട്ടാ ഓർമ്മയുണ്ട് കേട്ടാ. ഡിസ്കോഡില്ല ഇന്ന് നമ്മള് സിറ്റി കയറാൻ പോവാണ്. കുറച്ചു നേരം ഒന്ന് സംസാരിച്ചിട്ട് വരാം. ഉസ്മാനെ ലീഡറാക്കാൻ. വാസു പിന്നല്ല, നമുക്കിവിടെ ഒരുപാട് ഇത് തീർക്കാനുണ്ടടാ. മറ്റേ 30 മണിക്കൂറല്ലേ തീർക്കാനുള്ളത്. 30 മണിക്കൂർ തീർക്കണം. ഇപ്പം നമ്മൾ എത്ര 13-14 മണിക്കൂർ എന്തോ ആയി. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഗ്യാങ് ഓണിന്റെ കാര്യം എല്ലാ ദിവസവും അപ്ഡേഷൻ തരാൻ പറ്റത്തില്ല ബ്രോ. ഇന്നലെ ഞാൻ അപ്ഡേഷൻ പറഞ്ഞു കുറച്ച് ദിവസം എടുക്കും. അത് കുറച്ച് ദിവസം എടുത്തിട്ട് ഗ്യാങ് വണ്ടി വരുള്ളൂ. മനസ്സിലായോ? എല്ലാവർക്കും വെൽക്കം. ബ്രോ ഒരു റിക്വസ്റ്റ് ഉണ്ട്. 90s അയ്യപ്പ ബൈജു ഒരു കോമഡി ആർട്ടിസ്റ്റ് ഉണ്ട്, അറിയാവോ? പുള്ളിന്റെ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നമുക്ക് റിയാക്ട് ചെയ്താലോ പ്ലീസ് ബ്രോ. ഞാൻ ഇന്ന് റിയാക്ഷൻ അല്ല ബ്രോ, ഇന്നലെ ഓൾറെഡി ഞാൻ റിയാക്ട് ചെയ്തായിരുന്നു. റിയാക്ഷൻസ് കഴിഞ്ഞായിരുന്നു. അപ്പം ഇന്ന് ഞാൻ എല്ലാ ദിവസവും അത് ചെയ്താൽ ശരിയാവത്തില്ല, അതുകൊണ്ടാണ്. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഒന്നാമത്തെ കാര്യം, ഗൈസ് എനിക്കത് ചെയ്യുന്നതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ല. പിന്നെ ഞാനിത് ചെയ്യുമ്പോൾ പോലും ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒന്നും കട്ട് ചെയ്യാറില്ല. കുറെ ആൾക്കാർ ഇപ്പോൾ കണ്ടന്റ് ഇടുന്ന കുറെ ആൾക്കാർ വെറുതെ ചെറിയ അനാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണത് പോലും അല്ലാത്ത രീതിയിൽ ഇതാക്കി ടൈറ്റിലും കൊടുത്ത് അതെ GTA നീലക്കുയിലാണ് അല്ലെ നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ നീലക്കുയിൽ പോലത്തെ കുറെ ഐറ്റങ്ങളുണ്ട്. നമ്മൾ പറയാത്തതും നമ്മൾ വിചാരിക്കാത്തതും ആയിട്ടുള്ള കാര്യങ്ങൾ ചുമ്മാ വെട്ടി കട്ട് ചെയ്ത് ടൈറ്റിലും കൊടുത്തിടും. നാട്ടിലുള്ള ഹെയ്റ്റ് മൊത്തം നമുക്ക് മേടിച്ചു തരുന്ന ആ ഒരൊറ്റ കാര്യത്തിനാണ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ഗെയിം കളിച്ചിരുന്ന ഇത്രയും പ്രശ്നം പോലും ഇല്ല. ഓരോ കുണ്ണയൊക്കെ കുളിമുറിയിൽ എത്തി നോക്കിയത് ഇന്റർവ്യൂ പറഞ്ഞു. അതിനകത്ത് നമ്മുടെ കാര്യമൊക്കെ ഞാൻ കൊച്ചിലെ കുളിമുറിയിൽ എത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു വിനോദം അതാണ്. എന്റെ പെടല് തീർത്ത് 2 അടി കൊടുക്കുക. അത് ചോദിച്ച അവക്കും കൊടുക്കണം 2 പെടല് തീർത്ത് 2 കിട്ടാത്തതിന്റെയാണ് പ്രശ്നം. അതൊക്കെ മറ്റേ പ്രൗഡായിട്ട് പറയണം, എന്തോ വലിയ സംഭവം പോലെ വണ്ടി. എന്നിട്ട് അതിനകത്ത് നമ്മുടെ തലയ്ക്കോട്ട് പ്രൗഡായിട്ട് പറയണം. ഞാൻ ക്യൂരിയോസിറ്റി നമ്മൾക്ക് ഈ പ്രായം ഉണ്ടാവുന്ന പ്രായത്തിൽ പിന്നെ ആൾക്കാർ കുളിമുറി കാണാനല്ലോ ക്യൂരിയോസിറ്റി. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ഉസ്മാനെ ലീഡർ ആക്കുക. ഹിസ്മാൻ
ഉസ്മാൻ രണ്ടി പോടാ കുണ്ണെ. ഉസ്മാനെ ലീഡറാക്കി പറിച്ച്. Guys, എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ആരാണ് ബാക്കിൽ? അവരൊക്കെ എപ്പോഴാ വന്നേ? അവരിപ്പോ വന്നതേ ഉള്ളടാ, വന്നതേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ ഈ ഉസ്മാൻ എന്ന് പറയുന്ന ചെറുക്കനെ നിങ്ങൾ അനാവശ്യ ഹെയ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക. സത്യമായിട്ട് ഞാൻ പറയാടാ, അവൻ നിങ്ങളുടെ അത്രയും പ്രശ്നമില്ല. എന്തൊക്കെയാണേലും നിങ്ങൾ ഈ ചാറ്റിൽ പറയുന്ന ആൾക്കാരുടെ അത്രയും പ്രശ്നം അവൻ എന്തായാലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവൻ ഒരു കൊച്ചു പയ്യനാ, മനസ്സിലായ? ലൈക്ക് അവനെ അവന്റെ വഴിക്ക് വിട്ടേരെ കൈസ്. അവൻ അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സംസാരമുണ്ട്. ഈ സിറ്റിയിൽ എവിടെ കയറിയാലും അടിക്കാൻ വേണ്ടി മാത്രം കുറെ അമ്മമാർ നിൽക്കുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ചെറുക്കൻ എന്ത് ഇതാണടാ. വെറുതെ നിങ്ങളൊക്കെ കമന്റിൽ ഇങ്ങനെ പറഞ്ഞാണ് ബാക്കിയുള്ള കണ്ടുകൊണ്ടിരിക്കുന്നവരെയും കാരുടെ ഇതാക്കണേ. ഷവർമ വരട്ടെ. ഞാൻ ഇന്നൊരു ഷവർമ കഴിച്ചു ബ്രോ ഓൾറെഡി. ഇന്ന് ഡയറ്റ് കട്ട് ചെയ്ത ഒരു ഫുഡ് കഴിച്ചത് ഷവർമയാണ് ആക്ച്വലി. ഗൈസ് നമുക്ക് സിറ്റി അങ്ങ് ലോഡാക്കാം. ഗൈസ് എല്ലാവർക്കും സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ബാലിനെ കോലീഡർ ആക്കുക. ഇല്ല, കോലീഡർ ആക്കുന്ന കാര്യം ബ്രോ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ കോലീഡർ ആക്കിയിട്ടുള്ളത്. കോലീഡർ ആക്കുന്ന ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസും എക്സ്പീരിയൻസും ബാക്കി കാര്യങ്ങളും നോക്കിയിട്ടാണ്. ഇപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ ടി വിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 കോലീഡേഴ്സ് നമുക്ക് പോയി. ഉടനെ ഞാൻ 2 പേരെ പിടിച്ച് കോലീഡർ ആക്കിയാൽ അത് റീപ്ലേസ്മെന്റ് പോലെ ആയിപ്പോവും. അത് വേണ്ട. സമയമുണ്ട് ഇഷ്ടം പോലെ കോലീഡറിന്. ആവശ്യത്തിന് ഇപ്പൊ കാര്യങ്ങൾ നോക്കാൻ ഞാനിവിടെ ഉണ്ട്, അതുപോലെ ചന്ദ്രനും ഉണ്ട്. എന്തൊക്കെയാണോ കോലീഡർ ആക്കണം ബാലനെ ഒന്നും ഒരിക്കലും ഞാൻ കോലീഡർ ആക്കത്തില്ല. അതിന്റെ ആവശ്യമില്ല. കാരണം ബാലനെ എന്തിനു കോലീഡർ ആക്കണ്ടേ? ബാലനേക്കാൾ എൽഡർ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ബാലൻ നമ്മുടെ ഇതിനകത്ത് നല്ലൊരു RP പ്ലെയറും നല്ലൊരു അതാവും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എന്തിന് ബാലനെ കോലീഡർ ആക്കണം? ഒരാവശ്യമില്ല അതിൻ്റെ ഒന്നും. അതൊന്നും അല്ല. ബാലന് കോലീഡർ കൊടുക്കേണ്ട ഇതൊന്നും അല്ല നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഗ്യാങ്ങിന്റെ സിനർജി ബിൽഡ് ചെയ്യുക, കളിക്കുക, ഇതൊക്കെയാണ് ഇപ്പൊ ഗ്യാങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾക്ക് ചെയ്യണം. അല്ലാതെ കോലീഡർ ആക്കുന്നതൊന്നും അല്ല ഇപ്പോഴത്തെ ഒരു കാര്യം. ഇപ്പൊ തൽക്കാലം ആക്റ്റീവായിട്ട് ലീഡർ ഉണ്ട്. എല്ലാ ദിവസവും സിറ്റിയിലും വരുന്നുണ്ട്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഏത് സമയത്തും കയറി വരുന്നുണ്ട്. തൽക്കാലം ഇപ്പൊ ഈ ലീഡർ മതി. ഇപ്പൊ ഒരു കോലീഡർ വേണ്ട. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. എല്ലാരും ഫുഡ് കഴിച്ചോ? റിക്രൂട്ട്മെന്റ് ഇല്ലേ? 2 എണ്ണം. ഇനി ബ്രോ ഞാൻ എന്റെ പ്ലാനിങ് ആക്ച്വലി ഇത് ഇതാക്കി വെച്ചിരിക്കുകയായിരുന്നു ബ്രോ. ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഏതെങ്കിലും ഒരു 2 പേരെ കണ്ണടച്ച് തൊട്ടിട്ട് റിക്രൂട്ട് ചെയ്യട്ടെ. ഒരു മിനിറ്റ്, എന്റെ ഫോണിൽ മെസ്സേജ് ആരെങ്കിലും റിക്രൂട്ട് ചെയ്യാൻ. എന്തായാലും പുള്ളി പറഞ്ഞല്ലേ റിക്രൂട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാം ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കണം, മനസ്സിലായ? പിന്നെ നമ്മള് പിന്നെ ഇപ്പൊ RP പിള്ളേര് പഠിപ്പിക്കുന്ന ആൾക്കാർ കുറെ പേര് പഠിപ്പിക്കാൻ ട്യൂട്ടോറിലൊക്കെ ഉണ്ട്. RP എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ട്യൂട്ടോറിലൊക്കെ ഉണ്ട്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഞാൻ മതിയോ? നിന്നെ എന്തായാലും ഞാൻ എടുക്കത്തില്ലടാ. സത്യടാ. എന്തിരി ചാറ്റാണ് ബ്രജിൽ. 2 ലീഡേഴ്സ് ഇൻ 1 ഫ്രെയിം. ഫോർ കെവിൻ ആൻഡ് TV പരന്തോ കൈ ഇറത്തി കിട്ടപ്പട്ടി. തലക്കണ്ണം പുതിയ ഗ്യാങ് തുടങ്ങിയോ? ഇല്ല, തുടങ്ങുമ്പോ നമ്മള് അറിയിക്കാൻ പറ. കപ്പിളാർപ്പി ഒക്കെ വേണ്ടേ? വേണം. ക്യൂട്ടിഫൈ മോളെ വെൽക്കം ടു സ്ട്രീം. ഗൈസ് ക്യൂട്ടിഫൈ കുഞ്ഞാവൻ പോയി വീട്ടിൽ നിന്ന്. കരയിപ്പിക്കല്ലേ, വിഷമിപ്പിക്കല്ലേ, ഇമോഷണൽ ആക്കല്ലേ. 2 ദിവസത്തേക്ക് വീട്ടിലോട്ട് പോവാടാ. ഞങ്ങള് പയ്യന്മാരായിട്ട് ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പ് പോകണുണ്ട്. ഇന്നത്തെ ലൈവൊക്കെ കഴിഞ്ഞിട്ട് നാളെ ലൈവ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് പോവാം. അപ്പോൾ അവളിവിടെ ഒറ്റയ്ക്ക് പോസ്റ്റ് ആവും. അപ്പോൾ പിന്നെ ഇന്ന് അവളുടെ അച്ഛനും അമ്മയൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൾ അങ്ങോട്ട് പോയിട്ട് വരട്ടെന്ന് വിചാരിച്ചു. അവൾ പോയിട്ട് അടുത്ത ദിവസം വരും. ഗൈസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഗൈസ് എല്ലാവർക്കും ഹായ്. ഫുൾ ചില്ലിങ് ആണല്ലേ? ഒരു ചില്ലിങ്ങും ഇല്ലടാ. വൈഫ് പോയതിന്റെ വിഷമത്തിലിരിക്കുകയാണ് ഞാൻ. RP ഒക്കെ കളിക്കുള്ള ഒരു മൂഡ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ബട്ട് സ്റ്റിൽ ഞാൻ എന്റെ ലെവൽ ബെസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടാ. ഇല്ലടാ സിറ്റിയില് ഞാൻ ഈ പെണ്ണുങ്ങളുടെ സൈഡിലോട്ട് ഇപ്പൊ നോക്കാറേ ഇല്ല. താല്പര്യമില്ലല്ലേ? എന്നാ ഞങ്ങളും വരട്ടെ. പോടാ. IR ഒന്നും ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. ഞാൻ പോയിട്ട് വീട്ടിൽ വിളിക്കാൻ പോലും റേഞ്ച് ഇല്ല. അത് ശരിയാണ്. നമ്മൾ പോണ സ്ഥലത്ത് റേഞ്ച് ഇല്ല.
ട്രിപ്പ് വ്ളോഗ് ഓവർ വ്ളോഗ് ഞാൻ വ്ളോഗ് ചെയ്തിട്ടാണ് സെറ്റ്. നല്ലൊരു തെരുവാനാണ്. ഇവൻ വ്ളോഗ് അല്ല എനിക്ക് മറ്റേ ചെറിയ സുന ഞാൻ ചെയ്യാം. ഇത് ചലഞ്ച് ആയിട്ട് എടുക്കണം പോകും. അണ്ണാ റിബിളനാണ് കണ്ണാപ്പി എങ്കിൽ അണ്ണാ റിബിളണ്ണൻ ആൻഡ് കണ്ണാപ്പി എനിക്ക് തക്കാളി തന്നു. അണ്ണൻ ഒരു തക്കാളി തരുമോ? അണ്ണനോട് ചോദിച്ചു നോക്ക്. എന്തൊരു കൊടുത്തു വിടണ്ട അവന് തക്കാളി എന്തിനാന്ന് തക്കാളിയോ? അപ്പച്ചി വിളിക്കേ. ഗ്യാസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. കെവിന്റെ 15 ഡേ ലൈവ് അത് എന്ത് ചെയ്യൂടാ അത്? അണ്ണാ ഇത് ഇപ്പം 8ാമത്തെ ദിവസം. നാളെ അലിയൻ ലൈവ് ഇടും. 10 ബർത്ത്ഡേ ലൈവ്. നാണം ഉണ്ടോടാ നിനക്ക്? ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യും. നീ പെണ്ണ് കെട്ടരുത്. Guys, ഞാൻ ഇവനെ വിളിച്ചോണ്ട് പോണല്ലേ, ഇവൻ ഇങ്ങോട്ട് പറഞ്ഞു വന്നതാണ്. ഞാൻ 15 ദിവസം ലൈവ് ആ ചലഞ്ച് കൊടുത്ത ആരാണേലും അവൻ നാളെ പറയാൻ പോണ എക്സ്ക്യൂസ് ഞാൻ വിളിച്ചോണ്ട് പോയിന്നായിരിക്കും. ഞാൻ വിളിച്ചിട്ടില്ല. മെമ്പർഷിപ്പ് ഗിഫ്റ്റ് താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രോ. ഒരു ഡൗട്ട്, ഈ കിളിമാനൂരിൽ ഒളിഞ്ഞു നോക്കിയ പുണ്ടയ്ക്ക് ഒക്കെ എവിടുന്ന MRC ടാഗ് കിട്ടിയേ? ഒളിഞ്ഞു നോക്കിയോ? ബ്രോ MRC ആയിട്ട് MRC ഞാൻ ഉണ്ടായിരുന്ന ഒരു ക്ലാനാണ്. അല്ലാതെ എനിക്ക് അതിൽ ലൈക്ക് അഡ്മിൻ പാനലിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഡിസിഷനാണ്. അവർക്ക് MRCയുടെ ടാഗ് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ ഞാൻ എന്തിനു റിയാക്ട് ചെയ്യണം? ഞങ്ങളൊക്കെ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ക്ലാനാണ്. അതിലിപ്പോൾ MRC അതിപ്പം തൊപ്പി ആക്ച്വലി MRC തൊപ്പി എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്, മനസ്സിലായി? അപ്പം അവൻ ആ ഒരു ടാഗ് അവൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തുന്നേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ നമുക്ക് ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല. അതിൽ നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. അവരവരുടെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അതിനകത്തോട്ട് ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന MRC എന്നും എങ്ങനെയാണെന്ന് എന്താ പറയാ, OG ഓഡിയൻസിന് എല്ലാവർക്കും അറിയാം നമ്മുടെ പഴയ MRC എന്താണ് എന്നുള്ള കാര്യം. അത് അങ്ങനെ എന്നും എനിക്കെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം 9.2K വാച്ചിങ് ദ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. എടാ നമ്മുടെ ഇതിനകത്ത് ഇതൊക്കെ പോയെന്ന് തോന്നുന്നു കേട്ടോ. ഡ്രോപ്പ് ഒക്കെ പോയി.